2025 മെയ് മാസം 7-ാം തീയതി ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് ആരംഭിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വത്തിക്കാൻ ബസിലിക്കയുടെ ആ ഒരു ബാൽക്കണിയിലേക്കും ഒപ്പം തന്നെ തൊട്ടു സൈഡിൽ കാണുന്ന സിസ്റ്റൈൻ ചാപ്പലിലേക്കുമായിരിക്കും. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലുള്ള ആ ഒരു പുകക്കുഴലിൽ നിന്നും വെളുത്ത പുക ഉയരും. പിന്നീട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ ഒരു സെൻട്രൽ ബാൽക്കണി, ആ ബാൽക്കണിയിൽ പുതിയ മാർപ്പാപ്പ, ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്ന 267-ാമത്തെ മാർപ്പാപ്പയെ ലോകത്തിന് കാണാൻ സാധിക്കും. ഈ ഒരു ബാൽക്കണികൾക്ക് വളരെ ഒരു പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, വിശുദ്ധരുടെ നാമകരണ നടപടികൾ നടക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ശുശ്രൂഷയുടെ സമയത്ത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വിശുദ്ധരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ആ ഒരു ബാൽക്കണിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ ആ വത്തിക്കാൻ ബസിലിക്കയിലെ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ ഒരു സെൻട്രൽ ബാൽക്കണി, വത്തിക്കാൻ ചത്തുരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആ ഒരു സെൻട്രൽ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പുതിയ പാപ്പ ഉയർത്തപ്പെടുന്നു അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു എന്നൊരു ആത്മീയമായിട്ടുള്ള അർത്ഥം കൂടി അതിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് ആ കോൺക്ലേവ് നടക്കുന്ന ആ ഒരു സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് ലോകം അവരെ കാണുന്നത് ഈ കോൺക്ലേവിന് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ്. എന്നാൽ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിൽ ആദ്യമായി ലോകത്തെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തെ ഫേസ് ചെയ്യുന്നത് കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് പിന്നെ ലോകം വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ. കാരണം അദ്ദേഹമാണ് മാർപ്പാപ്പ, പുതിയ മാർപ്പാപ്പ ഈ വത്തിക്കാൻ ബസിലിക്കയിലെ ആ ഒരു സെൻട്രൽ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഹബേമൂസ് പാപ്പാം എന്ന ലാറ്റിൻ വാക്ക്, വി ഹാവ് എ പോപ്പ് എന്ന ആ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് അദ്ദേഹമാണ് നടത്തുന്നത്. ഇത്തവണത്തെ കോൺക്ലേവിൽ പ്രോട്ടോ ഡീക്കനായി സേവനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പദവി വഹിക്കുന്നത് ഫ്രഞ്ചുകാരനായിട്ടുള്ള കാർഡിനൽ ഡൊമിനിക് മമ്പേർട്ടിയാണ്. അദ്ദേഹം ജനിച്ചത് മൊറോക്കോയിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫ്രാൻസ് സ്വദേശികളാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ദീർഘകാലം സേവനം ചെയ്ത വ്യക്തിത്വമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ 2006 അദ്ദേഹത്തിന് വത്തിക്കാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു പദവി അദ്ദേഹത്തിന് നൽകി. അതായത് വത്തിക്കാനിലെ ഒരു ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ എന്നതിന് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ഈ പ്രോട്ടോ ഡീക്കനായി ഇത്തവണ സേവനം ചെയ്യുന്ന കർദിനാൾ ഡൊമിനിക് മമ്പേർട്ടി. ഒപ്പം അദ്ദേഹം 2014 മുതൽ വത്തിക്കാനിലെ അപ്പസ്തോലിക് സിഗ്നത്തേരിയോയുടെ ആ ഒരു പ്രീഫെക്റ്റായും അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന ആ ഒരു പുകക്കുഴലിലൂടെ ലഭിക്കുന്ന ആ ഒരു സൂചന ലോകത്തിന് ലഭിച്ചതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ പ്രോട്ടോ ഡീക്കനായി സേവനം ചെയ്യുന്ന കാർഡിനൽ ഡൊമിനിക് മമ്പേർട്ടിയുടെ ആ ഒരു വാക്കുകളിലേക്കായിരിക്കും. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയായിരിക്കും ലോകം ആ ഒരു വാർത്ത ശ്രവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പിനെ കോൺക്ലേവ് എലക്ട് ചെയ്യുന്നു. അദ്ദേഹത്തോട് ഒരു എലക്ഷൻ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം. അതിനുശേഷമായിരിക്കും മാർപ്പാപ്പ ഈ ഒരു വത്തിക്കാൻ ബസിലിക്കയുടെ ഈ ഒരു സെൻട്രൽ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കനായി സേവനം ചെയ്യുന്ന കാർഡിനൽ ഡൊമിനിക് മമ്പേർട്ടി മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് ലോകത്തോട് എങ്ങനെയാണ് വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: ഐ അനൗൺസ് ടു യു എ ഗ്രേറ്റ് ജോയ്, വി ഹാവ് എ പോപ്പ്. അതായത് ഹബേമൂസ് പാപ്പ എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വാക്കുകളുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വി ഹാവ് എ പോപ്പ്, ദ മോസ്റ്റ് എമിനൻറ്റ് ആൻഡ് മോസ്റ്റ് റെവറൻ ലോർഡ്. ആ ഒരു വാചകം പറഞ്ഞതിന് ശേഷം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കാർഡിനലിൻ്റെ ജന്മനാമം, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം, അതായത് ഫസ്റ്റ് നെയിം അദ്ദേഹം അനൗൺസ് ചെയ്യും. അതിനുശേഷം അദ്ദേഹം അനൗൺസ് ചെയ്യുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കാർഡിനൽ ഓഫ് ദി ഹോളി റോമൻ ചർച്ച്. അതിനുശേഷം പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കാർഡിനലിൻ്റെ സർനെയിം ഈ കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കൻ അനൗൺസ് ചെയ്യും. പിന്നീടാണ്
പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കാർഡിനൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു പേര് നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത പേര് ഫ്രാൻസിസ് എന്നായിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ ബെനഡിക്ട് 16 എന്നൊരു പേരാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ഏത് പേരാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച അനൗൺസ്മെൻറ്റ് കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോഡീക്കൻ നടത്തുന്നത്. ഹു ഹാസ് ടേക്കൺ ദ നെയിം എന്ന വാചകങ്ങൾക്ക് ശേഷം പേപ്പൽ നെയിം അനൗൺസ് ചെയ്യും. ഈ രീതിയിലാണ് കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോഡീക്കനായിട്ട് സേവനം ചെയ്യുന്ന കാർഡിനൽ ഡൊമിനിക് മമ്പർട്ടി ഈ കോൺക്ലേവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിന് ശേഷം എൻ്റെ പുറകിൽ കാണുന്ന ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആ ഒരു സെൻട്രൽ ബാൽക്കണിയിൽ ലോകത്തോട് ആദ്യമായി വിളിച്ചു പറയുന്ന വാക്കുകൾ. പിന്നീട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ആ ബാൽക്കണിയിലേക്ക് വരുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലും ഒപ്പം തന്നെ ലോകമെമ്പാടും ഈ ഒരു തത്സമയം ആ ഒരു ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പിന്നീട് ഊർബി എത്ത് ഓർബി ആശീർവാദം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഊർബി എത്ത് ഓർബി ആശീർവാദം അദ്ദേഹം ആദ്യമായി ലോകത്തിന് നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഒരു ഫ്രഞ്ച് കാർഡിനൽ തന്നെയായിരുന്നു. അന്നത്തെ പ്രോട്ടോഡീക്കനായി സേവനം ചെയ്ത കാർഡിനൽ ജീൻ ലൂയിസ് ആയിരുന്നു അന്ന് ലോകത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ആ ഒരു വാർത്ത അറിയിച്ചത്. ഒപ്പം ബെനഡിക്ട് 16 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത വിവരം ലോകത്തോട് 2005 വിളിച്ചു പറഞ്ഞത് കാർഡിനൽ ജോർജ് എന്ന് പറയുന്ന ആ പ്രോട്ടോഡീക്കനായി സേവനം ചെയ്തിരുന്ന കാർഡിനലായിരുന്നു. ഇനി മറ്റ് ചില കൗതുകകരമായിട്ടുള്ള ചില കാര്യം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ മുൻ മാർപ്പാപ്പമാർ സ്വീകരിച്ച പേരുകൾ സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പ ബെനഡിക്ട് 16 എന്നൊരു പേര് സ്വീകരിക്കുന്ന, അതിനു മുമ്പ് 15 14 അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേരാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അത് കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കൻ അത് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാതിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പോപ്പ് ജോൺ പോൾ എന്നൊരു പേര് ആദ്യമായി സ്വീകരിച്ചത് പോപ്പ് ജോൺ പോൾ 1 1978 കോൺക്ലേവിൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് അനൗൺസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആദ്യമായിട്ടാണ് അത്തരമൊരു പേര് ചൂസ് ചെയ്യുന്നതെങ്കിൽ 1 അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശേഷണം ചേർക്കാറില്ല. പക്ഷേ പോപ്പ് ജോൺ പോൾ 1 തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പോപ്പ് ജോൺ പോൾ 1 എന്ന് ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു പേരാണ് പ്രോട്ടോഡീക്കൻ അനൗൺസ് ചെയ്തത്. പിന്നീട് ജോൺ പോൾ 2 കേസിൽ സംഭവിച്ചത് 1978 തന്നെയാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. പോപ്പ് ജോൺ പോൾ 2 ജോൺ പോൾ എന്നൊരു പേര് തന്നെയാണ് സ്വീകരിച്ചത്. അതായത് തൻ്റെ തൊട്ടു മുൻ വർഷങ്ങളിൽ സേവനം ചെയ്ത മാർപ്പാപ്പയുടെ അതേ പേര് തന്നെയാണ് അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു കാർഡിനലും ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 അല്ലെങ്കിൽ 1 എന്നൊരു വിശേഷണം ചേർക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. അപ്പോൾ ജോൺ പോൾ 2 ആ ഒരു പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പോപ്പ് ജോൺ പോൾ എന്നൊരു അനൗൺസ്മെൻ്റാണ് ആ ഒരു കാലഘട്ടത്തിൽ പ്രോട്ടോഡീക്കനായി സേവനം ചെയ്തിരുന്ന കാർഡിനൽ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഫ്രാൻസിസ് 1 എന്നൊരു വിശേഷണം പ്രോട്ടോഡീക്കൻ നൽകിയില്ല. എന്നാൽ ജോൺ പോൾ 1 തിരഞ്ഞെടുത്ത ഒരു സമയത്ത് ജോൺ പോൾ 1 എന്നൊരു വിശേഷണം നൽകിയിരുന്നു. അത് ഓരോ പ്രോട്ടോ ഡീക്കൻ്റെയും ഒരു ചോയ്സാണ്. അത് 1 അല്ലെങ്കിൽ 2 എന്ന് വിശേഷിപ്പിക്കുന്ന ഓരോ പ്രോട്ടോ ഡീക്കൻ്റെയും ചോയ്സാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ലോകം കാത്തിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് പ്രോട്ടോ ഡീക്കൻ നടത്തുന്നത്. ഈ കോൺക്ലേവ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ലോകം കാണുന്ന ഒരു കാർഡിനലിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോ ഡീക്കനാണ്. ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിതത്തിലെ തന്നെ ഒരു അസുലഭമായിട്ടുള്ള ഒരു മഹാഭാഗ്യമായിട്ടാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിനെ പലരും കാണുന്നത്. കാരണം ആ ഒരു വാക്ക് ലോകമെമ്പാടും കോടിക്കണക്കിന് ജനങ്ങളാണ് ആ ഒരു വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പുതിയ മാർപ്പാപ്പയുടെ ഒരു പേര് എന്താണ്, അത് ആരാണ് എന്നൊരു കാര്യം ആദ്യമായി ലോകം അറിയുന്നത് ഈ പ്രോട്ടോ ഡീക്കൻ്റെ നാവിലൂടെയാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹബേമൂസ് പാപ്പ വി ഹാവ് എ പോപ്പ് എന്നൊരു അനൗൺസ്മെൻറ്റ്, അത് തീർച്ചയായിട്ടും പരിശുദ്ധ ബൈബിളിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 10, 11, 12 തിരുവചനങ്ങളുടെ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ആ ഒരു അനൗൺസ്മെൻറ്റ് രൂപപ്പെട്ടത്. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം, ആട്ടിടയരോട് മാലാഖമാർ അറിയിച്ച ആ ഒരു വാചകം, ഇതാ സകല ജനത്തിനും വേണ്ടി രക്ഷയുടെ ഒരു സദ്വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ മാലാഖമാരുടെ ആ ഒരു അനൗൺസ്മെൻറ്റ്, അതിൽ നിന്നാണ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു വാചകം രൂപപ്പെട്ടത്. 1410 ചരിത്രമനുസരിച്ച് 1410 ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് രൂപപ്പെട്ടത്. 1400-കളിൽ തന്നെ ഈ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചുള്ള, ഈ വാചകങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി മെയ് 7
തീയതിക്ക് ശേഷം ലോകത്തിൻ്റെ കണ്ണുകൾ ഇവിടേക്ക് തന്നെയായിരിക്കും. ആ സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴൽ, അവിടെ നിന്ന് വെളുത്ത പുക ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ ഒരു സെൻട്രൽ ആ ഒരു ബാൽക്കണി ആയിരിക്കും. അവിടെ ആദ്യമായി കാണുന്ന ഒരു മുഖം എന്ന് പറയുന്നത് കാർഡിനൽ ഡൊമിനിക് മമ്പർട്ടിയുടേതായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പിന്നെ ലോകം ഉറ്റുനോക്കും. അദ്ദേഹം പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു പേര് അനൗൺസ് ചെയ്യും. പിന്നീട് മാർപ്പാപ്പ ആ ബാൽക്കണിയിലേക്ക് വരും, ജനങ്ങളെ അഭിസംബോധന ചെയ്യും, ഉർബി എത്ത് ഓർബി ആശീർവാദം നൽകും. ഇത്രയുമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ വത്തിക്കാൻ ചത്തുരത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ഷെക്കേന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.